ഹായ്, ഇതെന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും. വേറൊന്നുമല്ല, ഇടിയപ്പം. അപ്പം ഇടിയപ്പം കാണുമ്പം എനിക്കെൻ്റെ കുട്ടിക്കാലത്ത് നടന്ന ഒരു സംഭവം ഓർമ്മ വരും. അത് പറയാം. കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് അച്ഛൻ്റെ ഉപദ്രവം സഹിക്ക വയ്യാഞ്ഞ് അമ്മയുമായി അച്ഛൻ്റെ നാട്ടിൽ നിന്ന് ഓടിപ്പോന്ന കാര്യം പറഞ്ഞിരുന്നു. ഇപ്പം ഞാൻ നിങ്ങളെ ഒരു കാര്യം കാണിച്ചു, അതായത് ഇടിയപ്പം. അതുമായി എനിക്കൊരു ബന്ധമുണ്ടെന്നും പറഞ്ഞു. ബന്ധമല്ല, ഇടിയപ്പമായിട്ട് നമുക്ക് എന്തോ ബന്ധമില്ലേ? അല്ല, ഇടിയപ്പം കാണുമ്പം എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു കാര്യം ഓർമ്മ വരും. അതായത് അച്ഛൻ്റെ നാട്ടിൽ നിന്നും അമ്മയായിട്ട് ഞാൻ അമ്മയുടെ നാട്ടിലെത്തിയപ്പോൾ, അതായത് ഇപ്പം ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് തന്നെയാണ്. അപ്പോൾ അവിടെ എത്തി ഏകദേശം അതെന്തായാലും ഞാൻ 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നതിന് മുന്നേയൊക്കെ 5ഒക്കെ ആയപ്പോഴത്തേക്ക് അച്ഛൻ വന്നു. തിരികെ വന്ന് അന്ന് ഞാൻ, അമ്മ, അമ്മയുടെ അച്ഛൻ, അമ്മയുടെ അമ്മ, പിന്നെ അണ്ണന്മാരെന്ന് പറഞ്ഞാൽ അമ്മയുടെ 3 സഹോദരന്മാർ. ഞാൻ അണ്ണ എന്നാണ് അവരെ വിളിക്കുന്നത്. അപ്പം വലിയ വീടൊന്നുമല്ല, ഈ മിമിക്രിയിലൊക്കെ പറയത്തില്ലേ, 4 ഓലക്കീറും ഒരിതും വെച്ച ഒരു വീടാണ്. അങ്ങനെ വേണേ പറയാന്നാലും ഓലമേഞ്ഞ ഒരു വീടായിരുന്നു അത്. വലിപ്പം ഒന്നുമില്ല. ആ വീടിൻ്റെ നടുക്കൊരു തൂണുണ്ടായിരുന്നു. ആഹാരം പാകം ചെയ്യുന്ന ഒരു സ്ഥലത്ത് അത് ഇരുന്ന് കിടക്കുന്ന മറുവശത്ത് അങ്ങനെ ഒരു വീട്. അവിടേക്കാണ് ഞാനും അമ്മയും കൂടി അച്ഛൻ്റെ സ്ഥലത്തുനിന്ന് വരുന്നത്. അപ്പോഴീ അച്ഛൻ തിരിച്ചു വന്നെന്ന് പറഞ്ഞില്ലേ, ഒരുപാട് സംഭവങ്ങളെല്ലാം അതിനിടയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. എന്നാലും ഓർക്കുന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് അന്നൊക്കെ എന്ന് പറയുന്നത് വിശേഷപ്പെട്ട ദിവസങ്ങളിലായിരുന്നു നമ്മുടെയൊക്കെ വീടുകളിൽ കാപ്പി ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ രാവിലെ കഞ്ഞിയായിരിക്കും. മുതിർന്നവരാണെങ്കിൽ പഴങ്കഞ്ഞി കുടിക്കും, ചിലപ്പോൾ ഒന്നും കഴിക്കത്തില്ല. അങ്ങനെ ഈ അച്ഛൻ വന്ന സമയത്ത് എന്തോ ഒരു വിശേഷമാണോ എന്തോ അറിയത്തില്ല, അച്ഛൻ ഇടിയപ്പം ഉണ്ടാക്കി. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ അന്ന് കോൺക്രീറ്റ് വീടോ ഒന്നുമല്ല, സ്ലാബോ ഒന്നുമല്ല, തറയിലായിരുന്നു അടുപ്പ് കൂട്ടിയിരുന്നത്. അപ്പം വീടെന്ന് പറയാനില്ല, അത് ഒറ്റ മുറിയായിരുന്നു. അതിൻ്റെ നടുക്കൊരു തൂണും ഉണ്ടായിരുന്നു. അച്ഛനൊരു വലിയ ചരുവത്തിലായിരുന്നു ഈ ഇടിയപ്പം ഉണ്ടാക്കി. ഇടിയപ്പം എന്ന് പറയുന്നത് അത് ഇപ്പം ഈ കറക്കുന്ന കണക്കുള്ളതെന്നല്ല, പ്രസ് ചെയ്യുന്ന ഇടിയപ്പത്തിൻ്റെ അച്ചായിരുന്നു. അപ്പം ഞാനിങ്ങനെയല്ല തൂണിൽ പിടിച്ചുകൊണ്ട് ആ ഇടിയപ്പം ഉണ്ടാക്കുന്നതും അത് ഈ ചരുവത്തിലോട്ട് ഇങ്ങനെ ഉണ്ടാക്കിയത് അടുക്കി വെക്കുന്നത് നോക്കി ഇങ്ങനെ നിൽക്കുമായിരുന്നു. നമുക്ക് ഒരു പരിധിയില്ലേ ഇതെന്താണെന്നുള്ള ഒരു കൗതുകം. പിന്നെ ഞാൻ ഇങ്ങനെ പിടിച്ച് നിന്ന് ഡ്രൂർന്ന് അങ്ങ് ചരുവത്തിലോട്ട് പോയി. പിന്നത്തെ പുകിൽ പറയണോ. ഞാനീ ഇടിയപ്പത്തിലേക്ക് വീണും കഴിഞ്ഞു. അച്ഛനെ അന്നേ പേടിയാ. ചാടി എഴുന്നേറ്റ് അതിലെ പെറ്റിക്കോട്ടായിട്ടിരിക്കുന്നത്. പെറ്റിക്കോട്ടെന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ ഉള്ളവർക്ക് അറിയുമെന്നറിയത്തില്ല. അതായത് ഞങ്ങളൊക്കെ സ്കൂളിൽ ഇട്ടുകൊണ്ട് പോകുമ്പം, അതായത് ഉടുപ്പിനും പാവാടയ്ക്കും അടിയിലിടുന്ന പെറ്റിക്കോട്ടെന്ന് പറയും. അത് ഇട്ടുകൊണ്ട് നിന്ന് ചാടി എഴുന്നേറ്റ് ആ പെറ്റിക്കോട്ടിൻ്റെ ആ പാവാട ഭാഗം ഇങ്ങോട്ട് പിടിച്ചിട്ട് ഒറ്റൊരടി. ഞാൻ പറഞ്ഞില്ലേ, അച്ഛൻ കർഷകനായിരുന്നു. കാളയപ്പൂട്ടും കിളയിൽ കിണ്ടൽ എല്ലാം ഉള്ള സമയം എന്ന് വെച്ചാൽ തഴമ്പിച്ച കയ്യ. 5 വിരലും എൻ്റെ തൊടയിൽ പതിഞ്ഞു എന്നുള്ളതാണ്. ആ അടിയും കൊണ്ടുകൊണ്ട് ഒരു കരച്ചിൽ എന്ന് വെച്ചാൽ കിളി പാറിന്ന് വേണേൽ പറയാം. ഇന്നത്തെ കാലത്ത് എങ്ങനെ അച്ഛനും അമ്മയും എങ്ങനെ നമ്മളെ ഒരു ഈർക്കിലെടുത്ത് അടിച്ചാ കളി വേറെ അല്ലേ. അതിനുശേഷം അടി വന്നിട്ട് ആ ഇടിയപ്പം അങ്ങോട്ട് പ്ലേറ്റിലോട്ട് എടുത്ത് വെച്ചു കഴിക്കടിയെന്നൂടെ പറഞ്ഞപ്പോഴത്തേക്ക് സങ്കടം അങ്ങ് പൊട്ടി. അന്നൊക്കെ നമ്മൾ കരഞ്ഞോട്ട് ഭക്ഷണം കഴിക്കും, ഇങ്ങനെ വെച്ച് തലമണ്ടയെ പിടിച്ച് കയറ്റുന്ന രീതിയിലാണ്. അതിനുശേഷം ഈ ഇടിയപ്പം കാണുമ്പോൾ എനിക്ക് അച്ഛനെ ഓർമ്മ വരും. ആ അടിയുടെ വേദനയും 5 വിരലും എൻ്റെ തൊടയിലിങ്ങനെ തിണർത്ത് കിടന്ന്
തൊടാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ വിരലിൻ്റെ പാട് എൻ്റെ തുടയിൽ പതിഞ്ഞു കിടന്നിരുന്നു. അതാണ് ഇടിയപ്പം കാണുമ്പോഴുള്ള എൻ്റെ ഓർമ്മ. ഇതുപോലുള്ള ഒരുപാട് സംഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട് പറയാം.